പണ്ടൊരിക്കൽ പാർട്ടി ചെയർമാൻ പദവും മന്ത്രി പദവും ഒരുമിച്ച് ഒരാൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് താങ്കളുടെ പിതാവിനെ അധികാരത്തിൽ നിന്ന് നീക്കി നിർത്തി ഒരു പാരമ്പര്യമുള്ള നേതാവാണ് അദ്ദേഹം. അതെ, അന്ന് അദ്ദേഹം അങ്ങനെ ഒരു തിയറിയാണ് കൊണ്ടുവന്നത്. 58 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന എൻ്റെ പിതാവ് വെറും 9 മാസക്കാലം മാത്രം മന്ത്രിയായിരുന്ന എൻ്റെ പിതാവിനെതിരെ ഇങ്ങനെ 2 സ്ഥാനങ്ങൾ വഹിക്കാൻ പാടില്ല, പാർട്ടി ചെയർമാനും പാർട്ടിയുടെ മന്ത്രിയും ഒരാളാകാൻ പാടില്ല എന്നുള്ള ഒരു തിയറി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. എൻ്റെ പിതാവ് പറഞ്ഞു, ശരി ആയിക്കൊള്ളട്ടെ, ഞാൻ മാറി നിൽക്കുന്നു, മന്ത്രിസ്ഥാനം ശ്രീ കെ എം മാണിക്ക് എടുക്കാം, ഞാൻ പാർട്ടി ചെയർമാനായിട്ട് തുടർന്നു കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയാണുണ്ടായത്. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ ഈ 2 പദവും ഒരുമിച്ച് എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് മാണിസാറിന് ഏതാണ്ട് 84 വയസ്സായി. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 25-30 വർഷക്കാലമായി അദ്ദേഹം മന്ത്രിയാണ്, പാർട്ടി ചെയർമാനാണ്, പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. അങ്ങനെ എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹം തന്നെയാണ് വഹിക്കുന്നത്. ഞാനിപ്പോൾ അതിലൊന്നും വലിയ ആക്ഷേപമൊന്നും ഞാൻ പറയുന്നില്ല, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. മാണിയുടെ മരണത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഒക്കെ അന്തരീക്ഷത്തിലുണ്ട്. അവസാനം അറ്റൻഡ് ചെയ്ത ഡോക്ടർ എന്ന നിലയ്ക്ക് തീർച്ചയായും അമൃതയിലെ ഡോക്ടർമാരുണ്ട്, എങ്കിൽ പോലും അവസാനം അദ്ദേഹത്തെ ബോധത്തോടു കൂടി കാണുകയും ആശുപത്രിയിൽ എത്തിക്കുകയും സ്വന്തം കാറിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്ത ഡോക്ടർ എന്ന നിലയ്ക്ക് താങ്കളുടെ വാക്കുകൾ വളരെയേറെ പ്രാധാന്യം നൽകി മലയാളികൾ കേൾക്കും എന്ന് ഉറപ്പാണ്. എങ്ങനെയാണ് താങ്കൾ ഈ സംഭവത്തിൽ എത്തിപ്പെട്ടത്? കലാഭവൻ മണിച്ചേട്ടനും ഞാനും തമ്മിൽ ഒരു ഡോക്ടർ എന്നുള്ള റിലേഷൻഷിപ്പല്ല, രോഗി എന്നുള്ള റിലേഷൻഷിപ്പല്ല. എൻ്റെ ഒരു വളരെയധികം എന്നെ ഒരു അനുജനെ പോലെയാണ് അദ്ദേഹം സ്നേഹിക്കുന്നത്. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അന്ന് ഈ കഴിഞ്ഞ മാർച്ച് 5-ാം തീയതി ഏകദേശം എൻ്റെ വീട് ചാലക്കുടിയാണ്. ഒരു 11 മണിയുണ്ടാവും, ഏകദേശം 11 മണി 11:15 ആ സമയത്തിൽ എനിക്ക് കലാഭവൻ മണിച്ചേട്ടൻ്റെ മാനേജറുണ്ട് ജോബി, എൻ്റെ സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ എനിക്ക് വന്നു. ഉടനടി പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ കലാഭവൻ മണിച്ചേട്ടൻ്റെ റെസ്റ്റ് ഹൗസാണ് പാടി എന്ന് പറയുന്നത്, പുഴയുടെ തീരത്തുള്ള ഒരു സ്ഥലമാണ്. ഒരു ട്രഡീഷണൽ രീതിയിൽ 2 കോട്ടേജ് പോലെ കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണത്. ഉടനടി ഇവിടെ എത്തണം, എമർജൻസി ആണെന്ന് പറഞ്ഞു. ട്രംബർ ഉണ്ടായിരുന്നു, കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസത്തിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ വിഡ്രോവൽ സിംറ്റംസ് ആണ്. വിയർക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോ പറയുന്നത് വിഷവസ്തു ഉള്ളിൽ ചെന്നിരുന്നു എന്നാണ്. വിഷവസ്തു ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന പ്രത്യേകതകളും ഏതാണ്ട് ഇതും സമാനമാണെന്ന് ഡോക്ടർ പറയുന്നു. വളരെ സാമ്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്വാസോച്ഛ്വാസമുള്ള ആ പ്രത്യേകതകളും, അതുപോലെ തന്നെ ഈ സ്വെറ്റിങ്ങും, അതുപോലെ തന്നെ ഈ ഒരു പരിധിവരെ വിറയലും, ഈ അസ്വസ്ഥതയും, ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഈ പോയ്സണിങ്ങിലും വേണമെങ്കിൽ കാണാം. രാഷ്ട്രീയ സംഘർഷങ്ങൾ പാടില്ല. ഓരോരുത്തരും അവരുടെ ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവണം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഘർഷമുണ്ടാകുന്നു. പക്ഷേ ആ സംഘർഷം കണ്ണൂരിൽ മാത്രമല്ല, ആ സംഘർഷം എവിടെയുണ്ടായാലും ആ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് കോടതി പറഞ്ഞത് തികച്ചും ശരിയാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ RSSഉം CPM-ഉം തമ്മിലുള്ള സംഘർഷത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം? സംഘർഷമുണ്ടാകുന്നത് കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലുടനീളമുണ്ട്. ഇന്ത്യ രാജ്യത്തുടനീളം പല നിലക്കാണ് RSS സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കേരളീയ സമൂഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്, സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ പഠിച്ചുകൊണ്ട് എങ്ങനെ കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാം, ഇതാണ് സംഘപരിവാരത്തിൻ്റെ പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ കേരളത്തിലൊട്ടാകെ 14 ജില്ലകളാണുള്ളത്. അതിൽ വയനാട് ഒഴികെ 13 ജില്ലകളിലും CPM-ൻ്റെ പ്രവർത്തകന്മാരെ RSSകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 200-ലധികം പ്രവർത്തകന്മാരെ 40 വർഷത്തിനകം RSSകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണ പദ്ധതിയാണ്. ഈ ആക്രമണങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് മാത്രം ആലോചിക്കുന്ന കാര്യമല്ല. അങ്ങനെയാണ് ചില മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ RSSൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇത്തരം ആക്രമണ പദ്ധതികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ കണ്ണൂരിനെ ഒരു കേന്ദ്രമാക്കി എടുത്തുകൊണ്ട്, പരീക്ഷണശാലയാക്കി മാറ്റിക്കൊണ്ട് കണ്ണൂരിൽ CPM-ൻ്റെ ആളുകളെ ആക്രമിക്കാൻ, കൊലപ്പെടുത്താൻ ഒക്കെ അഖിലേന്ത്യാ നേതൃത്വം സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ പീഡിത സഹായ നിധി എന്ന് പറഞ്ഞിട്ട് പണം മറ്റ് സംസ്ഥാനങ്ങളിലെ RSS ഘടകങ്ങളിൽ നിന്ന്, വിശ്വവിഭാഗം എന്ന് പറയുന്ന മറ്റ് രാജ്യങ്ങളിലെ RSSകാർ
സാമ്പത്തികമായിട്ട് സഹായമടക്കം കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്തേണ്ടത് RSSൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ചുമലിലാണ്. സംഘടനാപരമായ ചിട്ടയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. അതിൻ്റെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് അതിനെ നോക്കി കാണുമ്പോൾ എന്തു പറയുന്നു? അല്ല, സംഘടനാപരമായ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ശൈലികൾ ചിലപ്പോൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. പ്രാദേശികത വളർന്നു വരുന്നുണ്ടോ? അത് സ്വാഭാവികമായിട്ടും ചില സമയത്തൊക്കെ അത് ഡെവലപ്പ് ചെയ്യും. പക്ഷേ അതിനെ ബോധ്യപ്പെടുത്താനും പ്രാദേശികതയ്ക്ക് അതിജീവിക്കുന്ന ഒരു ബോധം പകർന്നു കൊടുക്കാനും സംഘടനയ്ക്ക് കഴിയും. അങ്ങനെ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അതല്ല നാട്ടിലുണ്ടാകാവുന്ന സമൂഹത്തിലുണ്ടാകാവുന്ന എല്ലാം തന്നെ മാറി നിന്നുകൊണ്ട് നിൽക്കണമെന്നില്ല. തെറ്റുകൾ ഉയർന്നു വന്നാൽ അത് തിരുത്തിക്കൊണ്ട് പോകാൻ കഴിയും. തെറ്റുകളില്ലാത്ത പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഉണ്ടെങ്കിൽ ഉണ്ടായാൽ തിരുത്തുന്ന പാർട്ടിയാണ്. ആണ്, സംശയം വേണ്ട. നമ്മളിപ്പോൾ ഇരിക്കുന്നത് എഴുത്തിനെ കുറിച്ച് പറയാനല്ല, എഴുത്തിന് പോലും ആധാരമായി നിൽക്കുന്ന ഭാഷ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയാനാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ എക്കാലത്തെയും വലിയ പരീക്ഷയിൽ, ബിരുദം യോഗ്യതയായി നടത്തുന്ന എക്കാലത്തെയും വലിയ പരീക്ഷയിൽ മലയാളത്തിന് പ്രവേശനം കൊടുക്കണ്ട എന്ന തീരുമാനം അന്തിമമായും ഔപചാരികമായും കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടിരിക്കുന്നു. താങ്കൾ അതിനെതിരെ പൊരുതുന്ന ഐക്യ മലയാള പ്രസ്ഥാനത്തിൻ്റെ നേതാവും വക്താവും ഒക്കെയാണ്. എന്തു പറയുന്നു ഇപ്പോൾ? ഈ തീരുമാനം അന്തിമമല്ലാതെ അത് മാറ്റിക്കുക എന്നതാണ് മലയാളിയുടെ കർത്തവ്യം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം ഈ പരീക്ഷ PSC മലയാളമില്ലാതെ നടത്തുകയാണെങ്കിൽ PSCയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരിക്കുന്നത്. മലയാള ഭാഷയോട് ചെയ്ത ഏറ്റവും വലിയൊരു ധിക്കാരത്തിൻ്റെ രേഖയുമായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിലും അവിടുത്തെ മാതൃഭാഷ അറിയാതെ, മാതൃഭാഷയിലെ വിജ്ഞാനം പരീക്ഷിക്കാതെ അവിടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നില്ല എന്നതാണ് വസ്തുത. കേരളത്തിൽ മാത്രം അത് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിയുടെ ആത്മാഭിമാനത്തെ, ഭാഷയോടുള്ള ആദരവിനെ ഒക്കെ ലംഘിക്കുന്നു എന്ന് മാത്രമല്ല, ഭരണപരമായിട്ടുള്ള എന്തിനു വേണ്ടിയാണ് ഇവരെ ജോലിക്ക് എടുക്കുന്നത് ആ കാര്യത്തെ തന്നെ തകിടം മറിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ ജോലിക്ക് കൊള്ളാത്തവരെ കൂടി എടുക്കാനുള്ള ഒരു പഴുത് PSC ചെയ്യുക എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധത്തിന്, ബുദ്ധിക്ക്, വിവേകത്തിനൊക്കെ എതിരായിട്ടുള്ള ധിക്കാരപരമായൊരു നടപടി എന്ന് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. കേന്ദ്രവുമായിട്ട് എങ്ങനെയായിരിക്കും ഈ സർക്കാർ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ, സാമ്പത്തിക മേഖലയിലുള്ള ബന്ധം? രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കം തീരില്ല. CPM-ഉം BJP-യുള്ള തർക്കം തീരത്തില്ല. അത് കൂടുതൽ രൂക്ഷമാവത്തേ ഉള്ളൂ രാഷ്ട്രീയമായിട്ട്. ആ BJP-യെ എങ്ങനെയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്നായിരിക്കും CPM നോക്കാം. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പണി കേന്ദ്രത്തിൽ ഭരണമാറ്റം വരുത്തലല്ല, കേരളം ഭരിക്കലാണ്. അങ്ങനെ കേന്ദ്രവും കേരളവും തമ്മിൽ ഉണ്ട ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് ഭരണഘടന ഒരു വിഭാവന ചെയ്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ സഹകരണം തന്നെ കേന്ദ്രമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. കേന്ദ്രമായിട്ട് ഓരോ കാര്യത്തിലും ഏറ്റുമുട്ടുക എന്നുള്ളതൊന്നുമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ ഫ്രെയിംവർക്കിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അതിൻ്റെ അർത്ഥം ചെയ്യുന്നതൊക്കെ അംഗീകരിക്കുന്നല്ല. സംസ്ഥാനം എന്ന നിലയിൽ പോലും GSTയുടെ നടത്തിപ്പ് ഉദാഹരണത്തിന് സംസ്ഥാനത്തിന് താല്പര്യമുണ്ട്, അതിനുവേണ്ടി ശക്തമായിട്ട് വാദിക്കും. സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം കിട്ടണമെന്ന് പറയുന്നതിന് ശക്തമായിട്ട് വാദിക്കുകയും അതുവേണ്ടി എങ്ങനെയൊക്കെ സമ്മർദ്ദം ചെലുത്താൻ പറ്റുമോ ചെലുത്തും. കാരണം ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷനില്ല. ജയിറ്റിൽ തീരുമാനിക്കുന്ന ഓരോ സംസ്ഥാനത്തിന് എത്ര കിട്ടുമെന്നുള്ളത് ഈ ഒരു സംസ്ഥാനത്തിന് എത്ര കിട്ടുമെന്നുള്ള സ്വാധീനത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിലെ ഭൂപ്രശ്നം, അതായത് ഭൂതട്ടിപ്പ് കേരള നിയമസഭയിൽ കൊണ്ടുവന്നത് ആദ്യം ഞാനാണ്. ഒരു അടിയന്തര പ്രമേയം കരുണ പ്ലാന്റേഷൻ എസ്റ്റേറ്റ്. അത്
ഭരണപ്രതിപക്ഷ ഭേദമന്യേ ശ്രദ്ധിച്ചു കേട്ട ഒരു പ്രസംഗമായിരുന്നു അത്. അവസാനം മുഖ്യമന്ത്രി ആ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു അന്നത്തെ ലാൻഡ് ബോർഡ് സെക്രട്ടറി മേരിക്കുട്ടി IAS, ഇപ്പോൾ അവർ പാലക്കാട് ജില്ല കലക്ടറാണ്, അവരെ ചുമതലപ്പെടുത്തി. അവരിതെല്ലാം അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇത് ക്രമവിരുദ്ധമാണ്, ഇത് ഭൂപരിഷ്കരണ നിയമത്തിനെതിരാണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണം, ഈ രൂപത്തിൽ തെറ്റായിട്ടുള്ള വഴിവിട്ട് പോയ ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, ശക്തമായ നിലപാടെടുക്കണം എന്ന് നോട്ടിട്ട് കൊടുത്തിട്ട് പോലും ഒരു നടപടിയെടുത്തില്ല. ആ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പോകും. എങ്ങനെയാണ് നമ്മളെ കേരളത്തിൽ ഏതാണ്ടത് 876 ഏക്കർ ഭൂമിയാണ്, ഈ 876 ഏക്കർ ഭൂമി എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത്? ഇതിൻ്റെ ഒരു വല്ലാത്ത ചിത്രമാണ് കാണാൻ കഴിയുന്നത്. 5 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഈ രൂപത്തിൽ തിരിമറി നടത്തിയിട്ടുള്ളത്. ഇപ്പം കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലായ കേരളത്തിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് സഭയിലെത്തുമ്പോൾ പൊതുവെ എല്ലാവരും ചില കീഴ്വഴക്കങ്ങൾ അംഗീകരിച്ചു പോകുന്നത്? അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചില മൂല്യവ്യവസ്ഥതയുടെ കരുത്താണത്. അത് സഭയിലെ നടപടിക്രമങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്പം കൂടി പൊതുസമൂഹവുമായിട്ട് കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. നമ്മുടെ ജനാധിപത്യം എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഭരണഘടനയുടെ എന്തെല്ലാം അന്തസത്തകളെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു നിയമനിർമ്മാണ പ്രക്രിയ എന്താണ്, ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ട ജോലിയാണ് ഒരു MLA ചെയ്യേണ്ടത് എന്നുള്ള ധാരണയിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു വ്യത്യാസം ആളുകൾക്ക് ബോധ്യമില്ല. അപ്പോൾ ഈ നിയമനിർമ്മാണ മേഖലയിൽ നടക്കുന്ന നിയമസഭ ഉൾപ്പെടെയുള്ള പാർലമെൻ്ററി രംഗത്തെക്കുറിച്ചും ജനാധിപത്യത്തിൻ്റെ വികസിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ഒക്കെയുള്ളൊരു പൊതുസമൂഹവുമായുള്ളൊരു പങ്കുവെപ്പ് നിയമസഭാ സെക്രട്ടേറിയറ്റിന് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥത്തെ ഈ രാജ്യത്തിലെ ജനങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കുറച്ചൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ ആഴത്തിൽ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് ഇവരെ ശരിയായിട്ട് ബോധവാന്മാരാക്കിയിട്ട് ഈ രാജ്യത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി അതുപോലെ തന്നെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഒരു പരീക്ഷണം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ചൊക്കെ വിജയിക്കുന്നു, കാലത്തിൻ്റെ ഗതിയിൽ ചിലതൊക്കെ പരാജയപ്പെടുകയും ചെയ്യും. സർക്കാരിൻ്റെ ചുമതലയിലുള്ള ഓണ വിപണിയെക്കുറിച്ചോ അല്ലെങ്കിൽ പൊതു വിപണിയെക്കുറിച്ചോ ഒക്കെ ജനങ്ങൾക്ക്, ജനപ്രതിനിധികൾക്ക് ഒക്കെ എന്തെങ്കിലും ആവലാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് സർക്കാരിന് എത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഒരുക്കുന്നുണ്ടോ? ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ അയാൾ ആരെ ബന്ധപ്പെടണം? ഇപ്പോൾ ആർക്കും ഇപ്പോൾ എന്നെ ബന്ധപ്പെടാം, ഒരു നിയന്ത്രണം അവിടെ ഇല്ല. ഇതൊരു വാഗ്ദാനമാണ്. തീർച്ചയായും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന നിലമ്പൂരിലെ ഇന്ന റേഷൻ കടക്കാരനാണ്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇന്ന റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ച ആളാണ്, 18-ാം നമ്പർ റേഷൻ കടയിലെ ഇന്ന റേഷൻ കാർഡ് ഉടമയാണ്, ഇതൊന്നുമല്ല ഞാൻ ഇന്ന LDF-ൻ്റെ പ്രവർത്തകനാണ്, പഞ്ചായത്ത് മെമ്പറാണ്, ഇങ്ങനെയൊക്കെ എത്രയോ ആളുകളാണ് വിളിക്കുന്നത്. അതിനൊക്കെ പരിഹാരം കാണുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ അപ്പം തന്നെ നോട്ട് ചെയ്ത് ഞങ്ങൾ എഴുതി കാണിച്ചോട്ടെ മന്ത്രിയുടെ നമ്പർ, ഈ നമ്പറിൽ. പിന്നെ തീർച്ചയായും അങ്ങനെ നമുക്ക് സാധ്യമായത്ര കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏത് ഓഫീസുകളിലും അവർക്ക് ബന്ധപ്പെടാം, നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സിൽ നിന്നൊക്കെ ബന്ധപ്പെടാം. ഞങ്ങൾ തികച്ചും പ്രവർത്തനക്ഷമമാണ്, ഒരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നമില്ല. ഈ ഓണം നിർഭാഗ്യവശാൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് വിവാദമുണ്ടായ ഓണം എന്ന നിലയ്ക്കാണ്. ഓണസങ്കല്പം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ വന്നിരിക്കുന്നു. ഓണമായി മലയാളികൾ ആഘോഷിക്കുന്നത് വാമന ജയന്തിയാണ് എന്ന് സംഘപരിവാരം
ഔപചാരികമായും ഔദ്യോഗികമായും തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായി. മുമ്പ് അത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊരു സ്ഥിതി ഉണ്ടായി. ഈ വ്യാഖ്യാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ വ്യാഖ്യാനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഓണത്തെ കേന്ദ്രീകരിച്ച് ഇത്തരം ഒരു വിശദീകരണം മുമ്പ് ഉണ്ടായിട്ടുണ്ട്, തീർത്തും പുതിയതല്ല. അതായത് ഓണം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരു മൾട്ടിലെയർഡായ പല തട്ടുകളുള്ള ഒരു ആചാരമായിട്ടാണ് അതിൻ്റെ ചരിത്രത്തിൽ നിലനിന്നിട്ടുള്ളത്. അതിലൊരു തട്ട് ഇത് വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ ആശയങ്ങൾ ചേർന്നുണ്ടായതാണ്. അതിൽ ഓണം വാമന ജയന്തി തന്നെയാണ്. അതുകൊണ്ട് സംഘപരിവാരത്തിന് സ്വാഭാവികമായിട്ട് അവരുടെ പ്രത്യയശാസ്ത്ര ബോധ്യത്തിൽ നിന്ന് ചെന്ന് ചേരാവുന്നിടത്ത് തന്നെ അവർ ചെന്ന് ചേർന്നിരിക്കുന്നു. അതിലൊട്ടും അത്ഭുതമില്ല. ഇല്ല. സഹകരണ ബാങ്കുകളുടെ, സഹകരണ സംഘങ്ങളുടെ താഴിടാൻ വേണ്ടിയിട്ടുള്ള നടപടി എന്നാണ് രാഷ്ട്രീയമായിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മൂലം ജനങ്ങൾക്കൊരു വലിയ, നിക്ഷേപകർക്കൊരു വലിയ ആശങ്ക ഉണ്ടാവുകയും അവരെല്ലാവരും കൂടി സഹകരണ ബാങ്കിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നുമൊക്കെ പണം പിൻവലിക്കാൻ ഇറങ്ങുകയും ചെയ്ത വലിയ പ്രതിസന്ധിയാവും. അവിടെ ഇട്ട ഓരോ രൂപയും, നിയമവിധേയമായി അവിടെ ഇട്ട ഓരോ രൂപയും സുരക്ഷിതമാണ് എന്നൊരു ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി, സഹകരണ സംഘങ്ങളിൽ പണമിട്ട ആരും പേടിക്കേണ്ട എന്നൊരു ഗ്യാരണ്ടി കൊടുക്കാൻ സർക്കാരിന് കഴിയുമോ? അതിനുള്ള പിന്തുണ നേടിയെടുക്കാൻ കഴിയും കേന്ദ്ര അധികാരികളിൽ നിന്നും RBIയിൽ നിന്നും എന്ന് ഉറപ്പുണ്ടോ? സഹകരണ ബാങ്കുകളുടെ നിക്ഷേപത്തിന് പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കും. അതിനാവശ്യമായ പണം സഹകരണ മേഖലയിൽ തന്നെ ലഭ്യമാവുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലഭ്യമാക്കാൻ തന്നെ വിചാരിച്ചാൽ കഴിയും. സഹകരണ മേഖലയിലെ നിക്ഷേപത്തിന് എന്തെങ്കിലും പോറലുണ്ടാക്കാൻ ഈ നടപടിയുടെ ഭാഗമായി കഴിയും. ചില അനിശ്ചിതത്വം അല്ലെങ്കിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ ഒരിക്കലും സഹകരണ മേഖലയിലെ നിക്ഷേപം അത് നഷ്ടപ്പെട്ടു പോകും എന്ന ഭീതി ജനങ്ങൾക്ക് വേണ്ട. ഗവൺമെൻറ് അതിനാവശ്യമായ സംവിധാനമൊരുക്കും. അതുപോലെ തന്നെ റിസർവ് ബാങ്കും മറ്റുള്ളവരുമായിട്ട് നിയമപരമായും രാജ്യത്തെ സർക്കാർ എന്നുള്ള നിലയ്ക്കും സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ. ആ ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്കും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാന സർക്കാർ ഈ നിക്ഷേപങ്ങൾ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടർന്ന് സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആയുർവേദ രംഗത്തുള്ള വലിയൊരു ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നോൺ അവൈലബിലിറ്റി ഓഫ് ഈ മെറ്റീരിയൽസിൻ്റെ, മരുന്നുകളുടെ കിട്ടുന്നില്ല. ഈ മരുന്നുകളിൽ തന്നെ നമ്മൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈ ഹിമാചല് അല്ലെങ്കിൽ ഹിമാലയ അല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റുകളിൽ നിന്നൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അവിടുത്തെയൊക്കെ ഇപ്പം വളരെ അങ്ങ് റെസ്ട്രിക്ഷനായി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില പ്രോബ്ലം ഉണ്ട്. അപ്പം ക്വാളിറ്റി മരുന്നുകൾ കിട്ടാത്തതുകൊണ്ട് അതിനകത്തൊക്കെ മായം ചേർക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾ എന്തൊക്കെയായാലും അതിനൊരു കോംപ്രമൈസും ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഔഷധി പോലുള്ള ഇപ്പം ഈ ആയുർവേദ മരുന്നുകൾക്കും വില കൂടുന്ന വലിയൊരു പ്രശ്നമാണ്. സാധാരണക്കാർക്ക് താങ്ങാൻ വയ്യാത്ത രീതിയിലുള്ള വിലകൾ ചില സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ഒരു ഗവൺമെൻറ് കമ്പനി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും കുറച്ച് ബാധ്യതയുണ്ട്. ഞങ്ങൾ വില നിശ്ചയിക്കും ഞങ്ങളുടെ മരുന്നുകൾക്ക്. ആ വില മറ്റുള്ള കമ്പനികളിലേക്ക് എന്തൊക്കെയാലും അറിയപ്പെടുമല്ലോ, സമ്മർദ്ദമായിട്ടുമാണ്. അപ്പം വില പിടിച്ചു നിർത്തുന്നതിനും ഞങ്ങളൊരു ശ്രമം നടത്തുന്നു. താങ്കൾക്ക് ഒരു ഗ്രാമത്തിൽ ജനിച്ച് ഈ രീതിയിലൊക്കെ മാറിയ താങ്കൾക്ക് ആരോടൊക്കെയാണ് കടപ്പാടുള്ളത് കാര്യമായിട്ട്? ധാരാളം ആൾക്കാരോട് കടപ്പാടോട്. അത് മുഴുവൻ പറയാൻ പറ്റില്ല, എല്ലാം പറയാൻ ഒക്കത്തില്ല. എന്നാലും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് കടപ്പാട് കൂടുതലുള്ളത്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശ്രീ മമ്മൂട്ടി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ ജീവിതത്തിലും പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മമ്മൂട്ടിയെ പരിചയപ്പെടുന്നത് തന്നെ ഒരു ലളിതഗാന മത്സരത്തിൽ അന്ന് അനൗൺസ് ചെയ്യുന്നത് മമ്മൂട്ടിയാണ്. ഇദ്ദേഹത്തെ എന്നെ വിളിച്ചു, KR വിശ്വംഭരൻ ഫസ്റ്റ് MSc ബോട്ടണി. അപ്പം അദ്ദേഹം ഞാനന്ന് പാടിയ ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർക്കും അന്ന് അവിടെ പാടി. അത് എഴുതി വന്നപ്പം ആൾക്കാർ ഭയങ്കരമായിട്ട് കൈയടിച്ച്. സാർ അത് പറഞ്ഞ സ്ഥിതിക്ക് കോളേജിൽ പാടി കയ്യടി കിട്ടിയ പാട്ട് കേൾക്കാൻ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർക്കാം, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ
വിഗ്രഹം കണ്ടെടുത്തു. എനിക്ക് ആ ലൈനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോഴ് മമ്മൂട്ടി തന്നെ കൈയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നല്ല പാട്ടായിരുന്നു എന്ന് പറഞ്ഞു.